ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. കേട്ടിട്ടില്ലേ, ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോര ഞരമ്പുകളിൽ. അപ്പോൾ കോട്ടയം എന്ന് കേട്ടാലോ, കോട്ടയം എന്ന് കേട്ടെന്നാൽ ചോരയങ്ങട് തിളച്ച് മറിയണം അല്ലെ? അതാണ് ഓസ്ട്രേലിയയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മുടെ കോട്ടയത്തിന്റെ പേരിൽ ഒരു അടിപൊളി ഒരു സ്ട്രീറ്റ് വന്നിരിക്കുകയാണ്. ഇന്നത്തെ എന്റെ വീഡിയോ കോട്ടയം കോർട്ട് എന്ന നമ്മുടെ കോട്ടയത്തിന്റെ പേരിലുള്ള ആ സ്ട്രീറ്റിലേക്കാണ്. ആ സ്ട്രീറ്റ് അവിടെ ഉണ്ടായത് എങ്ങനെയെന്നും അതിന്റെ പുറകിൽ പ്രവർത്തിച്ചവർ ആരൊക്കെയാണെന്നും ഒക്കെയുള്ള ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ. അപ്പോൾ കീപ് വാച്ചിങ്. കോട്ടയം കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മളിത് കോട്ടയം കോർട്ടിൽ വന്നിരിക്കുകയാണ്. കോട്ടയം കോർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കോട്ടയംകാരുടെ ഒരു അഭിമാനത്തിൻ്റെ ഒരു നിമിഷമാണ്. നമ്മുടെ ഓസ്ട്രേലിയയുടെ, ഞാൻ നേരത്തെ പറഞ്ഞാൽ ഓസ്ട്രേലിയയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കോട്ടയത്തിൻ്റെ പേരിൽ ഇവിടെ ഒരു സ്ട്രീറ്റ് വരുന്നത്. അപ്പോൾ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. അതായത് നമുക്ക് ഒരിക്കലും പിറന്ന മണ്ണിനെ നമുക്ക് ഒരിക്കലും തള്ളി പറയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ മറക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് ഏത് രാജ്യത്താണേലും നമ്മൾ ഇതുപോലെ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ നാടിൻ്റെ ഒരു പേരിടുവാനായിട്ടുള്ള ആ ഒരു മനസ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് തന്നെ ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പുറകെ പ്രവർത്തിച്ചവർ ആരാണ് ഇവർ എന്നുള്ളത് നമുക്കൊന്ന് പരിചയപ്പെടാം. കഥ. അപ്പോൾ ഫ്രണ്ട്സ്, ഇവർ 4 പേരാണ് നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത്. അപ്പോൾ ഇവർ ഓരോരുത്തരോട് നമുക്കൊന്ന് ചോദിക്കാം, ഇത് എങ്ങനെയാണ്, എന്നായിരുന്നു നിങ്ങൾ ഈ പ്രൊജക്റ്റ് തുടങ്ങിയത്? എനിക്ക് തോന്നുന്നു ഇത് 2016 ഞാൻ എനിക്കൊരു വീട് ഗ്രീൻസ്ബറോയിൽ ഉണ്ടായിരുന്നു. അത് വിറ്റതിന് ശേഷം ഒരു വീട് അന്വേഷിച്ച് നടന്നപ്പോഴത്തേക്കും ഈ ഏരിയയിൽ കൂടി ഡ്രൈവ് ത്രൂ ചെയ്യാൻ ഇടയായിരുന്നു. ഇവിടുത്തെ വീടൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഒരു ആഗ്രഹം തോന്നി, ഒരു വീട് ഇതുപോലെ പണിയണമെന്ന്. ഇവിടുത്തെ വീടുകളൊക്കെ ഭയങ്കര മാൻഷൻ ഹൗസുകളും ഭയങ്കര രസകരമായ ഹൗസുകളൊക്കെയാണ്. അത് കണ്ടപ്പോഴത്തേക്കും ഒരു വീട് പണിയാനുള്ള ആഗ്രഹം കൊണ്ട് സ്ഥലം അന്വേഷിച്ചാൽ തുടങ്ങിയതാണ്. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി കണ്ടപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് എന്റെ കയ്യിൽ നിൽക്കുന്ന ഇടപാടല്ല എന്ന്. അപ്പൊ ഞാനിങ്ങനെ പാർട്ട്നേഴ്സിനെ അന്വേഷിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും സ്ട്രെയിറ്റ് അവേ നമ്മുടെ അങ്കിളുമാരും ചേട്ടനും ഒക്കെ അതിനോട് ഭയങ്കര താല്പര്യം കാണിച്ചു. നമുക്ക് എല്ലാവർക്കും കൂടി ഇവിടെ ജീവിക്കാം എന്നൊക്കെ ഉള്ള ഒരു പ്ലാനിലാണ് ഇത് പ്രാക്ടിക്കലി നമ്മള് ടേക്കപ്പ് ചെയ്തേക്കും. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതൊരു കുറച്ച് ലോങ് പ്രൊജക്റ്റായി. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര ഈസി അല്ലായിരുന്നു ഇവിടുത്തെ പ്രോസസ്സിങ് എന്ന് പറയുന്നത്. നമ്മള് കൗൺസിലിന്റെ പെർമിഷൻ വേണം. ഇപ്പൊ കാണുവാണെങ്കിൽ നമ്മളൊരു 8 ഏക്കർ സ്ഥലമാണ്. 8 ഏക്കർ സ്ഥലത്തിനകത്തോട്ടുള്ള ഒരു റോഡ് പണിയുന്നത് തന്നെ കണ്ടില്ല. നമുക്ക് ഇത്രയും വീതിയിലാണ് റോഡ് പണിയുന്നത്. അപ്പൊ അതിനൊക്കെ ഒത്തിരി കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് ഒക്കെ മീറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നതിന്റെ എത്രത്തോളം ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ, അത്രത്തോളം ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിവില്ലായിരുന്നു. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് കാര്യങ്ങളൊക്കെ പഠിച്ചു വന്നപ്പോഴത്തേക്കും ആണ് ഇതിന് കുറച്ച് എക്സ്പെൻസീവ് ആണെന്ന് മനസ്സിലായത്. അങ്ങനെ നമ്മൾ ഇത് ഡെവലപ്പ് ചെയ്തു. ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാം. എനിക്ക് തോന്നുന്നു ഈ ടീമിനെ ലീഡ് ചെയ്യുന്നത് ജോബിനാണ്.
അപ്പോൾ ജോബിനാണ് ഇതിനെ കൂടുതലായിട്ട് ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി നിങ്ങളിത് പരിചയപ്പെടും. നിങ്ങൾ എവിടെയാണ് ഈ കോട്ടയം ജില്ലക്കാരെന്ന് ഞാൻ പറഞ്ഞെങ്കിൽ ഈ നമ്മുടെ ഈ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എവിടെയുള്ളവരാണ്? കോട്ടയത്ത് എവിടെയാണ് നിങ്ങളുടെ വീട്? നമ്മൾ ഇച്ചിരി ക്ലാരിറ്റിയിൽ പറയുകയാണെങ്കിൽ ഇവര് രണ്ടുപേരുമാണ് കോട്ടയം ജില്ലയിലുള്ളത്. ഞാനും തോമസ് അജിയും ആലപ്പി ഡിസ്ട്രിക്റ്റ് ആണ്. ആലപ്പി ഡിസ്ട്രിക്റ്റ്. പക്ഷേ നമ്മൾ കല്യാണം കഴിച്ചിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ നിന്നാണ്. അതുകൊണ്ട് കോട്ടയത്ത് പ്രോപ്പർട്ടി ഓൺ ചെയ്യുന്നവരാണ്. അപ്പൊ അങ്ങനെ ഒരു ബന്ധമുണ്ട്. കോട്ടയമായിട്ട് അഭേദ്യമായ ബന്ധമുള്ളവരാണ്. കോട്ടയത്ത് നമുക്ക് സ്ഥലമുണ്ട്. ആ ഒരു കാരണം ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ ജില്ല അല്ല, പക്ഷെ എന്നാൽ തന്നെ ലോട്ട് ഓഫ് ഒരു കണക്ഷൻസ് ഉണ്ട് ഒത്തിരി. കോട്ടയം ജില്ലയായിട്ട്. ഓക്കെ. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചിരുന്നത് നിങ്ങളെല്ലാവരും കോട്ടയം ജില്ലയാണെന്നാണ് ഞാൻ ഇതുവരെ പറഞ്ഞിരുന്നത്. അപ്പോൾ നിങ്ങൾ രണ്ടുപേര് കോട്ടയം ജില്ലക്കാരൻ, രണ്ടുപേരും ആലപ്പി ജില്ലയാണ്. എന്നിരുന്നാലും കാരിത്താസിനടുത്ത് ലാൻഡ് ഓൺ ചെയ്യുന്ന ആൾക്കാരാണ്. ബന്ധം അവർക്ക് കോട്ടയമായിട്ടുണ്ട്. ഓക്കെ. അപ്പം സജിചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണങ്കര അല്ലേ? കണ്ണങ്കര. അതുപോലെ തന്നെ സജീവേട്ടനും കണ്ണങ്കര തന്നെയാണ്. ഞങ്ങളെല്ലാം ഒരേ ഇടവക്കാരാണ്. അതുപോലെ തന്നെ ജോബിൻ നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോയിലും അതെ കണ്ടിട്ടുണ്ട്. സംക്രാന്തിയിലുള്ളതാണ്. ജോബിന്റെ ബ്രദറാണിത്, ജോമറ്റ്. മൈഗ്രേഷൻ കൺസൾട്ടൻസി നടത്തുന്നു. അതെ. അതിന്റെ ഒരു വീഡിയോ നമ്മൾ ഉടൻ തന്നെ ചെയ്യുന്നുണ്ട്. നമുക്ക് ഒത്തിരി എൻക്വയറി വരുന്നുണ്ട് എങ്ങനെയാണ് ഓസ്ട്രേലിയയിലേക്ക് വരുന്നത് എന്നുള്ളതൊക്കെ. അപ്പോൾ അത് നമുക്ക് അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ ഒന്ന് ജോബിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഓക്കെ, നമ്മളിത് ജൂലൈ ഇത് 8 ഏക്കറാണ്. നമ്മൾ ജൂലൈ 2015 ഈ ലാൻഡ് നമ്മൾ അക്വയർ ചെയ്ത് നമ്മുടെ പേരിൽ ടൈറ്റിൽ ആയത്. അപ്പോൾ നമ്മളിത് ആദ്യം മേടിക്കുമ്പോഴത്തേക്ക് ഇതിന്റെ ഒരു ഒത്ത ഭാഗത്ത് നടുക്കായിട്ടൊരു വീടാണ് ഉണ്ടായിരുന്നത്. നമുക്കൊരു 3 ബെഡ്റൂം ഹൗസ് ഉണ്ടായിരുന്നു. അതിനകത്തൊരു ഒരാൾ താമസിക്കുന്നുണ്ടായിരുന്നു. അയാളൊരു 10-20 വർഷമായിട്ട് ഇവിടെ മിക്കെന്ന് പറഞ്ഞ ഒരാൾ താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ജോമറ്റ് ഇതുപോലെ ഈ സബ് ഡിവിഷന്റെ ഐഡിയ ഇപ്പം നമ്മൾ ഈ സംസാരിക്കുന്ന ഒരു 6 വർഷം മുമ്പത്തെ കാര്യമാണ്, അല്ല 5 വർഷം മുമ്പത്തെ കാര്യമാണ്. നമുക്ക് ഇതിനെക്കുറിച്ച് 5 വർഷം കൊണ്ടാണ് ഈ ഒരു പ്രോസസ്സ് കംപ്ലീഷൻ ആകുന്നത്, ഈ ഒരു സ്റ്റേജിലോട്ട് എത്തുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവില്ലായിരുന്നു. അപ്പൊ ഇതിനു വേണ്ട ഓരോ ഡിഫറെന്റ് കൺസൾട്ടൻസിനെ നമ്മൾ എൻഗേജ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ആദ്യം തന്നെ നമ്മളൊരു ടൗൺ പ്ലാനർ എൻഗേജ് ചെയ്തു. അതിനുശേഷം ഇവിടെ ഇപ്പൊ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം ഒത്തിരി യുക്കാലി മരങ്ങൾ ഈ ലാൻഡിനകത്ത് ഉണ്ടായിരുന്നു. പിന്നെ കൂടാതെ നമുക്ക് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവിടെ കാംഗറൂസ് ഉണ്ട്, കോല ഉണ്ട്, അങ്ങനെ പല മൃഗങ്ങളും ഇവിടെ മുള്ളൻ പന്നിയുണ്ട്, എക്കിഡ്ന ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം ഇതൊരു ജീവജാലങ്ങളുടെ ഒരു ആവാസ വ്യവസ്ഥയും കൂടിയായിരുന്നു. അപ്പൊ ഈ പറയുവാണെങ്കിൽ നിലുംബി കൗൺസിലിനെ കൺസിഡർ ചെയ്യുന്നത് മെൽബണിന്റെ ഓക്സിജൻ സിലിണ്ടർ എന്നാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് മെൽബണിൽ നിന്ന് 22 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. എന്നാൽ ചുറ്റും നോക്കുവാണെങ്കിൽ മുഴുവൻ ഒരു ലീഫി സബർബ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ സബ് ഡിവിഷൻ കൗൺസിൽ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അതായത് മിനിമം ഇപ്പൊ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് വന്നപ്പോഴത്തേക്കും നമ്മൾ വിചാരിച്ചിരുന്നത് 8 ഏക്കറുണ്ട്. അപ്പൊ ഇതിനെ ഒരു 10 അല്ലെങ്കിൽ ഒരു 8 പാർട്ടായിട്ട് ലോട്ടായിട്ട് സബ് ഡിവൈഡ് ചെയ്യാമെന്നായിരുന്നു നമ്മൾ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഇതിന്റെ ഓരോ സ്റ്റേജുകൾ വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അത് കൗൺസിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഇതിൻ്റെതായ റിക്വയർമെന്റ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഇത് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ കൺസൾട്ടൻസി എൻഗേജ് ചെയ്തു. പിന്നെ അറ്റ് എൻഡ് കൗൺസിൽ നമുക്ക് സപ്പോർട്ടീവായിട്ട് പറഞ്ഞത് ആദ്യം 3 ആയിരുന്നു, പിന്നെ അവർ മാക്സിമം 4ലേക്ക് എത്തി. പിന്നെ നമ്മൾ ആ കൺസൾട്ടൻസി പേപ്പർ വർക്കുകളെല്ലാം കറക്റ്റായിട്ട് ചെയ്തു, അസസ്മെന്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് 5 എണ്ണം എന്നൊരു സ്റ്റേജിലേക്ക് നമുക്ക് എത്താൻ പറ്റി. അപ്പൊ ഈ ഒരു ഏരിയയുടെ പ്രത്യേകത എന്ന് പറഞ്ഞത് മിനിമം സബ് ഡിവിഷൻ 1 ഏക്കർ ആയിരിക്കണം. അപ്പൊ 1 ഏക്കറിൽ കുറച്ച് നമുക്ക് ഇവിടെ കിട്ടിയല്ല. നമുക്ക് 1 ഏക്കർ ഉണ്ടെങ്കിലേ ഉള്ളൂ ഇവിടെ സബ് ഡിവിഷൻ സമ്മതിക്കുള്ളൂ. അപ്പൊ ഈ 8 ഏക്കർ ആദ്യമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. നമുക്കൊരു വലിയൊരു ഡാം ഇതിന്റെ നടുക്കുണ്ടായിരുന്നു. അതെ ഡാം ഉണ്ടായിരുന്നു. ആ റൗണ്ട് ബോട്ട് തീരുന്ന ആ ഭാഗത്ത് ഈ ഒരു കോട്ടിന്റെ എൻഡിന്റെ അവിടെയായിട്ട് ഒരു ഡാം ഉണ്ടായിരുന്നു. നല്ല ഡീപ്പായിട്ടുള്ള സംഭവമായിരുന്നു. അത് നന്നായിട്ട് ശരിക്കും ബാക്ക് ഫിൽ ചെയ്യാനായിട്ട്, അത് പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് അതെല്ലാം ഫില്ല് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇതിന്റെ പേപ്പർ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തു. ഒരു 2017 നമ്മൾ കൗൺസിലിൽ ഇതിന്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു. അതിനുശേഷം ഒരു 3 വർഷം കൊണ്ടാണ് നമുക്ക് ഇതിന്റെ അപ്രൂവൽ സ്റ്റേജിലേക്ക് എത്തുന്നത്. അപ്പം ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ലെങ്തി പ്രോസസ് ആയിരുന്നു. ബട്ട് അറ്റ് എൻഡ് നമുക്ക് ആ ഒരു അപ്രൂവലിലേക്ക് എത്താൻ പറ്റി. അതൊരു നല്ല ഇതായിട്ട്. അതായത് ജോബിന് നമ്മൾ ഈ വീഡിയോ ഇന്നിപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പേരാണ് കോട്ടയം കോർട്ട്. അതെ. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു, ഓസ്ട്രേലിയയുടെ ചരിത്രത്തിൽ ഈ ഒരു പേരിൽ അല്ലെങ്കിൽ നമ്മുടെ കോട്ടയത്തിൻ്റെ പേരിലുള്ള ഒരു ആദ്യത്തെ സ്ട്രീറ്റാണ് ഇത്. തലമുറകൾ ഇനി നിൽക്കാൻ പോകുന്ന ഒരു സംഭവം കൂടിയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു പേര് ആരാണ് സജസ്റ്റ് ചെയ്തത്, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഐഡിയ വരാനുള്ള കാര്യം എന്താണ്? ഓക്കെ, അപ്പൊ ഈ പേരിടുന്ന പ്രോസസ് എന്ന് പറയുന്നത് നമ്മളത് കൗൺസിലുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ആസ് എ ഡെവലപ്പർ നമുക്കൊരു പേര് സജസ്റ്റ് ചെയ്യാമായിരുന്നു. അതല്ലെങ്കിൽ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നില്ലാത്ത പക്ഷം കൗൺസിൽ തന്നെ ഒരു പേര് സെലക്ട് ചെയ്ത് ആ പേരിടുമായിരുന്നു. അപ്പോൾ ഞങ്ങളന്ന് ടീമായിട്ട് കൂടി ആലോചിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിൽ തോന്നി എന്തുകൊണ്ട് നമ്മുടെ നാടുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു പേര് ഇട്ടുകൂടാ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ മനസ്സിൽ വന്ന ഐഡിയാസ് എന്ന് പറയുന്നത് കേരള കോർട്ട്, പിന്നെ കോട്ടയം, നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ എല്ലാവരും കോട്ടയമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് കോട്ടയം കോർട്ട്, അങ്ങനെ ഒരു 2-3 നെയിമുകളായിരുന്നു നമ്മുടെ മനസ്സിലോട്ട് വന്നത്. പിന്നെ കൂടാതെ ഞങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പം മെൽബണിൽ ഓൾറെഡി ട്രാവൻകൂർ എന്ന് പറയുന്ന ഒരു സബർബ് ഉണ്ട്. അത് നമ്മുടെ സൗത്ത് ഇന്ത്യയുമായിട്ട് അല്ലെങ്കിൽ കേരളവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പേരാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഈ കോട്ടയവും കേരള കോർട്ടും കൗൺസിലിന് സജസ്റ്റ് ചെയ്യുകയും അതിനെക്കുറിച്ച് കേരള ഓൾറെഡി ഉണ്ട് ഇവിടെ. കേരള കോർട്ട് ഓൾറെഡി ഡയമണ്ട് ക്രീക്ക് സ്ഥലത്ത് നമ്മുടെ ഒരു കേരള മാനർ എന്ന് പറഞ്ഞൊരു നേഴ്സിംഗ് ഹോം ഉണ്ട്. അതിലേക്കുള്ള ഒരു റോഡ്, ഈ ഒരു കേരള ഇൻസൈഡ് റോഡ് അങ്ങനെ പേരിട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഞങ്ങൾ അപ്പൊ കോട്ടയത്തിനെ കുറിച്ച് ഒരു ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കി കൗൺസിലിന് സബ്മിറ്റ് ചെയ്തു. അവരോട് റീസൺസ് പറഞ്ഞു. ഞങ്ങൾ എല്ലാവരും ഒരേ സ്ഥലത്തു നിന്നുള്ള ഹോം ടൗണിൽ നിന്നുള്ളവരാണ്. ഞങ്ങളുടെ ഹോം ടൗണിന്റെ പേര് ഇതാണ്. ഞങ്ങൾ എല്ലാവരും ഈ സ്ഥലത്തു നിന്നുള്ളവരാണ്. പിന്നെ കോട്ടയം എന്ന് പറയുന്നത് ലാൻഡ് ഓഫ് ലെറ്റേഴ്സ് ആൻഡ് ലാറ്റക്സ്, അതിനെക്കുറിച്ചൊരു ഡിസ്ക്രിപ്ഷൻ അക്ഷര നഗരിയാണ്. ഇതെല്ലാം പറഞ്ഞ് നമ്മൾ എഴുതി എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് കൗൺസിൽ അത് ഹാപ്പി ആയിട്ട് അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെയാണ് നമുക്ക് ഇത് കൗൺസിലുകാർ ആക്ച്വലി ചോദിച്ചത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ നെയിം സജസ്റ്റ് ചെയ്യുന്നത്. അപ്പം അതിനുള്ള റീസൺസ് ആണ് നേരത്തെ പറഞ്ഞ പോലെ. അങ്ങനെ അപ്പൊ ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ അവർക്ക് അത് ഹാപ്പി ആയിരുന്നു, അവരത് അക്സെപ്റ്റ് ചെയ്തു. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ സിമിലർ നെയിംസ് ഒരു 5 കിലോമീറ്റർ റേഡിയസിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അങ്ങനെ അന്വേഷിച്ചപ്പോൾ നമ്മുടെ ഈ പേര് ഇവിടെ എങ്ങും ഇല്ല, ഓസ്ട്രേലിയയിൽ തന്നെ ആദ്യമാണ്. അങ്ങനെ വന്നപ്പോഴത്തേക്ക് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഈ 5 കിലോമീറ്റർ റേഡിയസ് പറയാനുള്ള കാരണം അതിന്റെ കൂട്ടത്തിലൊരു ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ്. അതായത് ഈ സിമിലർ സൗണ്ടിങ് അല്ലെങ്കിൽ സിമിലർ നെയിം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എമർജൻസി സർവീസുകൾ വിളിക്കുമ്പോഴത്തേക്ക് ആ സർവീസുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാനായിട്ടാണ് അങ്ങനെ പേരിടാനായിട്ട് കൗൺസിൽ അല്ലെങ്കിൽ ഇവിടുത്തെ ബോഡി സമ്മതിക്കാത്തത്. ആ ഒരു റീസൺ അന്നേരമാണ് നമുക്ക് മനസ്സിലായത്. ഇപ്പൊ സൗണ്ടിങ് സിമിലർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പൊ നമ്മൾ 000 വിളിച്ചു കഴിയുമ്പോൾ കോട്ടയം കോർട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ആ സിമിലർ സൗണ്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സിമിലർ നെയിം ഉണ്ടെങ്കിൽ അത് തെറ്റി പോകാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ആ ഒരു ഇത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇനിയിപ്പം ഈ ഒരു സബർബില് എന്തായാലും കോട്ടയം കോർട്ട് വേറെ വരാൻ ചാൻസസ് കുറവാണല്ലോ. 5 കിലോമീറ്റർ ചുറ്റളവിൽ പറ്റത്തില്ല. ഓക്കെ. അപ്പൊ ഇതിന്റെ ഇനിയിപ്പം പണികള് ഇതാരാ ഇത് ഡെവലപ്പ് ചെയ്തതൊക്കെ? ഇപ്പം ഇത് ഡെവലപ്പ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനൊരു ആദ്യം തന്നെ ഇതിന്റെ അപ്രൂവൽ സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ, ഈ അപ്രൂവൽ സ്റ്റേജ് നേരത്തെ പറഞ്ഞ പോലെ ഒരു 3 years പ്ലസ് എടുത്തു. അതിന്റെ ആ ഒരു പ്രോസസ് എന്ന് പറയുന്നത് നമ്മൾ പ്രധാനമായിട്ടും ഈ കൗൺസിൽ നോക്കുന്നത് ഇവിടുത്തെ മരങ്ങളുടെ സേഫ്റ്റിയാണ് അവർ നോക്കുന്നത്. ഈ മരങ്ങളെ തൊട്ടുകൊണ്ട് ഒരു പരിപാടിയും ഈ കൗൺസിൽ സമ്മതിക്കുകയില്ല. അപ്പൊ മരം നിൽക്കുന്ന ഈ മരങ്ങള് ഇത് അവര് ഇപ്പൊ ഈ ഫെൻസിങ്ങിന്റെ അപ്പുറത്ത് നിൽക്കുന്നത് നമ്മുടെ സ്ഥലം തന്നെയാണ്. പക്ഷേ ആ മരത്തിന് ഒരു കേടുപാട് വരാതിരിക്കാനാണ് അവിടെ ഫെൻസ് ചെയ്തിട്ടാണ് ഇവിടെ പണി ചെയ്യാൻ സമ്മതിക്കുള്ളൂ. അത് ശരി. ഇവിടെ ആണെങ്കിലും ഈ നിൽക്കുന്ന മരങ്ങളും അതുപോലെ തന്നെയാണ്. ഈ മരം ഈ പ്രോപ്പർട്ടിയിലുള്ളതാണ്. അത് കൂടാതെ ഇവിടെ 1-2 മരം ഞങ്ങള് വെട്ടിക്കളഞ്ഞു. അതിന് പകരമാണ് ഈ മരങ്ങളെല്ലാം വെച്ചു പിടിപ്പിക്കേണ്ടത്. എങ്ങനെയൊക്കെയാണ് ഗവൺമെന്റ് അല്ലെ ഇത് ഒരു ഡെവലപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിലെ പോലെ നമുക്ക് തോന്നിവാസം ചെയ്യുന്ന പോലെ ഒന്നും ഇവിടെ നടക്കത്തില്ല. മരത്തിന്റെ ഇലയോ തടിയടിക്ക് മാത്രമല്ല, അതിന്റെ റൂട്ട് സിസ്റ്റം പോലും നമ്മൾ പ്രൊട്ടക്ട് ചെയ്തിരിക്കണം. ഏരിയ നമ്മൾ ഫ്രീ ആക്കി ഇട്ടിരിക്കണം. ഇപ്രാവശ്യം കൗൺസിലില് ലാസ്റ്റ് ഇൻസ്പെക്ഷൻ വന്നപ്പോൾ പറഞ്ഞ കമന്റ് എന്ന് പറയുന്നത് ഇപ്പൊ വെച്ചിരിക്കുന്ന ഈ മരത്തിന്റെ സ്റ്റമ്പിന് വണ്ണം കുറവായതുകൊണ്ട് അവർ 3 മാസം കഴിഞ്ഞ് വന്ന് ചെക്ക് ചെയ്തിട്ട് ഇത് കരിഞ്ഞു പോയിട്ടില്ലെങ്കിൽ മാത്രമേ ഫൈനൽ അപ്രൂവലിലോട്ട് പോവുള്ളൂ എന്നാണ്. ഈ നിൽക്കുന്ന മരത്തിൽ
അതൊരു യൂക്കാലില്ലേ? അതെ അതെ അതെ. എന്താ അപ്പൊ അതിനകത്ത് പറഞ്ഞു വരുവാണെങ്കിൽ ആ വെച്ചിരിക്കുന്ന മരം നമ്മൾ ഈ കോട്ടി മൊത്തം 18 മരങ്ങൾ പുതിയതായിട്ട് പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. 2 വർഷക്കാലം ആ മരങ്ങളുടെ ആരോഗ്യസ്ഥിതി നോക്കുക എന്നുള്ളത് ഡെവലപ്പറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ. ഏതെങ്കിലും ഒരു മരം കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ അത് റീപ്ലേസ് ചെയ്യണം. അത് വീണ്ടും വെച്ച് നമ്മുടെ ഓൺ എക്സ്പെൻസിൽ നിന്ന് അത് റീപ്ലേസ് ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണ് അതിന്റെ ലോ എന്ന് പറയുന്നത്. പിന്നെ ഇതുപോലെ ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ലോണും കാര്യങ്ങളും എല്ലാം വേണമല്ലോ. അപ്പം അതിന്റെ എങ്ങനെയാ ഇതിന്റെ പ്രോസസ്സിങ്? നിങ്ങൾ കയ്യിൽ നിന്ന് പൈസ നല്ലതായിട്ട് ഇടേണ്ടി വന്നോ? ബാങ്ക് എന്തുമാത്രം ലോൺ തന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രൊജക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ പ്രോപ്പർട്ടി മേടിക്കാൻ തന്നെ നല്ലൊരു എമൗണ്ട് ആയി. അത് കൂടാതെ ഈ പറഞ്ഞ പോലെ 5 വർഷത്തെ ഹോൾഡിംഗ് കോസ്റ്റ് ഉണ്ട്. അതായത് ഇതിന്റെ ലോണ് പലിശ കാര്യങ്ങളൊക്കെ ആയിട്ട്. അതുകൂടാതെ ഇതിന്റെ ഈ ചേട്ടൻ പറഞ്ഞ പോലെ ഇതിന്റെ കൺസൾട്ടൻസിന് നല്ല റേറ്റ് ആണ്. അതായത് ടൗൺ പ്ലാനർ ഉണ്ട്, ബിൽഡിംഗ് ആർബസ്റ്റ് ഉണ്ട്, ബിൽഡിംഗ് പ്ലാൻ വരച്ച ആളുണ്ട്. അതുകൂടാതെ നമ്മുടെ എക്കോളജിക്കൽ റിപ്പോർട്ട് ഉണ്ട്, സർവേയിങ് ഉണ്ട്. സർവേയിങ് ഈ 8 ഏക്കർ ലാൻഡ് സർവേ ചെയ്യുന്നതിന് മാത്രം $10,000. ടൗൺ പ്ലാനറിന് ഏതാണ്ട് 15 to 20,000 അറൗണ്ട് 1 lakh. അതായത് $100,000 പ്ലസ് ആയി ഫസ്റ്റ് അപ്രൂവൽ പ്രോസസ് മാത്രം. ഫസ്റ്റ് അപ്രൂവൽ അതായത് 3 വർഷത്തെ പ്രോസസ് പറഞ്ഞില്ലേ, അപ്രൂവൽ കിട്ടാൻ മാത്രം. അത് കഴിഞ്ഞ് ഇതിന്റെ ഡെവലപ്മെന്റ് കോസ്റ്റ് എന്ന് പറയുന്നത് 1.35 million. അതായത് 13 lakhs. അതിനകത്ത് ആഡ് ചെയ്യാനുള്ളത് ലാൻഡ് നമ്മൾ മേടിച്ചു, ലോൺ ബാങ്കിൽ നിന്ന് കിട്ടി. പിന്നെ ഇതിന്റെ ആ ഒരു സബ് ഡിവിഷൻ സ്റ്റേജ് ആയപ്പോൾ നമ്മൾ 1-2 ബാങ്കുകളെ അപ്രോച്ച് ചെയ്തു. അപ്പം അതിന്റെ ഒരു അപ്രോച്ച് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായ കാര്യം എന്ന് പറയുന്നത് നമ്മളെ പോലെ ഒരു സാധാരണ ഒരു ലേമേൻ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ലോൺ തരികയില്ല. അതിനകത്ത് 2-3 ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു. നമുക്ക് പ്രയർ എക്സ്പീരിയൻസ് സബ് ഡിവിഷൻ ചെയ്തുണ്ടായിരിക്കണം. പിന്നെ നമുക്ക് ഈ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ബാങ്ക് ലോൺ തരികയില്ല. പിന്നെ നമ്മൾ ഈ ചെലവാകുന്ന പൈസയുടെ 50% നമ്മുടെ ഔട്ട് ഓഫ് പോക്കറ്റ് ഇടണം. അങ്ങനെയുള്ള ഇതെല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് നമുക്ക് ലോൺ ബാങ്കിൽ നിന്ന് കിട്ടിയില്ലായിരുന്നു. പിന്നെ നമ്മൾ ആലോചിച്ചപ്പോൾ വേറെ വഴിയില്ല, നമുക്കിത് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഇൻഡിവിജ്വലി പിന്നെ ക്യാഷ് സോഴ്സ് ചെയ്ത് അങ്ങനെയാണ് നമുക്ക് ഈ ഒരു സക്സസിലേക്ക് എത്താൻ പറ്റിയത്. അപ്പൊ ഇതിന്റെ പ്ലോട്ടിന്റെ ഒരു ഏകദേശം ഒരു വില ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് റേറ്റ് വെച്ച് എത്ര കൊടുക്കേണ്ടി വരും? ഇപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും ഒന്ന് മേടിക്കണം എന്ന് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഈ ഏരിയക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 1 ഏക്കറിന്റെ ഏകദേശം വില എന്ന് പറഞ്ഞത് ഒരു 1.3 to 1.4 മില്യൺ വരും ഒരു പ്ലോട്ടിന്. ജസ്റ്റ് പ്ലോട്ടിന് മാത്രം. ഓക്കെ. പിന്നെ വീട് പണിയുന്ന ഇവിടെ പക്ഷെ വീട് പണിയാനായിട്ട് വലിയ സംഭവമല്ല. വീട് നമുക്ക് പണിയാനായിട്ട് ഇതിന് മാത്രം പൈസ ആവുന്നില്ല. പക്ഷെ അതിനകത്ത് വേറെ വ്യത്യാസം ഈ ഏരിയ ഒരു ഡിഫറെന്റ് ഏരിയ. അപ്പൊ അന്നേരം ഇവിടെ വെക്കുന്ന വീടുകൾക്ക് അത്രയും വലിപ്പം വേണമെന്നുണ്ടോ? വലിപ്പമല്ല, മറ്റു ഫെസിലിറ്റി ലൈക്ക് സ്വിമ്മിംഗ് പൂള്, ടെന്നീസ് കോർട്ട്, ഇങ്ങനെയുള്ള ഫെസിലിറ്റിയോടുകൂടി അല്ലാതെ പിന്നെ ഇവിടെ താമസിക്കുന്നതിൽ ഒരു മീനിങ് ഇല്ല. ഇവിടെ എല്ലാവർക്കും അങ്ങനെയാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവിടെ കാണുന്ന ആ വീട് ഒരു നിലയിൽ സമ്മർ ഹൗസ്, ഓക്കെ, പിന്നെ രണ്ടാമത്തെ നിലയിൽ നോർമൽ ഹൗസ്, താഴത്തെ നിലയിൽ ഏതാണ്ട് വിന്റർ ഹൗസാണ്. ഓ അത് ശരി. അപ്പൊ ആ രീതിയിലുള്ള സെറ്റപ്പിലുള്ള വീടുകളാണ് ഇവിടെ. അത് ശരി. ഇവിടെ പുറയില് ഹെലിപ്പാഡുള്ള വീടാണ്, ഇരിക്കുന്നതിന് പുറയിലുള്ള ഒരു വീട്. അപ്പൊ ആ റേഞ്ച് ഓഫ് ഹൗസസ് ആണ്. അങ്ങനെ ആ രീതിയിലുള്ള ബിസിനസ്സുകാരല്ലെന്നുണ്ടെങ്കിൽ അതുപോലെ ഹൈ ക്ലാസ് പാർട്ടികൾക്ക് അല്ലെങ്കിൽ ലാൻഡ് മാത്രം 1.4 മില്യൺ മേടിച്ച്. അതെ 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 അതെ. ഇവിടെ വരുന്ന വീടുകൾക്ക് എനിക്ക് ഒരു മിനിമം ഒരു 1 മില്യൺ എക്സ്പെക്ട് ചെയ്യണം. ആണല്ലേ? ബിൽഡിംഗ് കോസ്റ്റ്. അപ്പൊ ആ രീതിയിലുള്ള ഒരു സെറ്റപ്പ് ഇവിടെ ചെയ്യാൻ പറ്റും. ഇതിന്റെ കാര്യമുള്ളൂ പ്രാക്ടിക്കലി. ഇങ്ങനത്തെ വീടുകൾ വിൽക്കാൻ കിടക്കുന്നത് ഇവിടെ 2.5 to 3 മില്യൺ ഒക്കെയാണ് ഇവിടെ വീട് വിൽക്കാൻ വരുന്നത്. അപ്പം നമുക്ക് ഈ ഒരു എസ്റ്റേറ്റിലെ ഒരു പ്രത്യേകത ഒന്ന് കണ്ടു നോക്കാം. അതായത് ഇവിടുത്തെ വീടുകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇവിടുത്തെ വീടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്ന പോലത്തെ വീടുകളല്ല. ഇവിടെ എല്ലാം തന്നെ 1 ഏക്കർ മിനിമം സ്ഥലം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വീടുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു $10 ലക്ഷം മേളിലേക്ക് വരുന്ന ടൈപ്പ് വീടുകളാണ് ഇവിടെ കൂടുതലും കണ്ടുവരുന്നത്. അപ്പോൾ സാധാരണക്കാർക്ക് നമുക്കങ്ങനെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ അല്ലിത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കണ്ട സ്ഥലം അത് 1 ഏക്കർ 1.5 ഏക്കർ വെച്ചിങ്ങനെ വീതിച്ച് കൊടുക്കാനാണ്. ഇപ്പം ജോബിനൊക്കെ പറഞ്ഞ പോലെ തന്നെ
ആ ഒരു സെറ്റപ്പിലുള്ള സ്ഥലം. നമ്മുടെ നാട്ടിലൊക്കെ ഈ വീട് പണിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ വീടങ്ങ് പണിയും. അത് കഴിഞ്ഞ് ഇപ്പം ഞാനാണെങ്കിലും നാട്ടിൽ വീട് പണിത്, ഇപ്പം വീട് ആദ്യമേ പണിത് ഒരു ചെറിയൊരു വഴി ഇങ്ങനെ കയറ്റി സാധനം എല്ലാം വെച്ച് വീട് പണിത്. അത് കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് കയറിപ്പോകാനുള്ള റോഡും കാര്യങ്ങളും എല്ലാം. ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി റോഡ് പണിത് കഴിഞ്ഞു, സൈഡിൽ ഫുട്പാത്ത്. ഇതൊക്കെ ഇതിൻ്റെ ഒരു റിക്വയർമെൻ്റ് ആണോ? ഇതിൻ്റെ ആവശ്യമാണോ? അല്ല, ഇവിടുത്തെ കൗൺസിലിന്റെ റിക്വയർമെന്റ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇൻഫ്രാസ്ട്രക്ചർ, റോഡ് ഉണ്ടാവുക, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി, വാട്ടർ, ഇതെല്ലാം നമ്മൾ ആദ്യം ഫിക്സ് ചെയ്യണം. ഇപ്പൊ നമ്മളിവിടെ ഓൾറെഡി നമ്മൾ വാട്ടർ കണക്ഷനും ഇലക്ട്രിസിറ്റിക്കും ടെലിഫോൺ ഇങ്ങനെയുള്ള കണക്ഷൻസ് എല്ലാം ഓൾറെഡി ഇപ്പൊ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പൊ ഇങ്ങോട്ട് ജസ്റ്റ് നോക്കുവാണെങ്കിൽ നമ്മൾ ഈ റോഡിൻ്റെതായ രീതിയിൽ എല്ലാം ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ നേച്ചർ സ്ട്രിപ്പ് 4 മീറ്റർ ലെങ്തില് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഒരു ഫുട്പാത്ത് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പം ഇത് ഓരോ പ്ലോട്ടിലേക്കും ആ ഫുട്പാത്ത് വഴി അവർക്ക് ആക്സസ് ഉണ്ട്. അപ്പം അങ്ങനെയാണ്. അപ്പൊ ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഉണ്ട് 4 മീറ്റർ നേച്ചർ സ്ട്രിപ്പ്. ആ നേച്ചർ സ്ട്രിപ്പിലാണ് നമ്മൾ എക്സ്ട്രാ നമ്മൾ ഇപ്പൊ ഈ മരം വെച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെയാണ് അതിന്റെ ഒരു ഇവിടുത്തെ സ്ട്രക്ചർ. അപ്പം ആ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം മാത്രമാണ് ഇവർക്ക് കൗൺസിൽ നമുക്ക് പെർമിഷൻ തരും. ഓക്കെ, ഇതിന് അപ്രൂവൽ തന്നോണ്ട് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തതിനു ശേഷം ജോബി മുമ്പ് പറഞ്ഞ പോലെ ഈ മരങ്ങളാണേലും ഇതുപോലുള്ള എല്ലാം ചെക്ക് ചെയ്തതിനു ശേഷം നമുക്കൊരു ക്ലിയറൻസ് തരും. ക്ലിയറൻസ് തന്നതിന് ശേഷം മാത്രമേ ഉള്ളൂ നമുക്ക് ഈ പ്രോപ്പർട്ടി സെയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. വൺസ് അതിനുശേഷം മാത്രമേ ഉള്ളൂ അവർക്ക് കൗൺസിൽ ആപ്ലിക്കേഷൻ വെച്ച് വീടിന്റെ കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പറ്റത്തുള്ളൂ. അതാണ് ആ കൂട്ടത്തിലുള്ള ഒരു കാര്യമാണ് മറ്റു ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ വാട്ടർ ലൈൻ, സ്യൂവേജ് ലൈൻ, ഫ്ലഡ് വാട്ടർ ഡ്രെയിനേജ് സിസ്റ്റം, പിന്നെ ഈവൻ NBN വരെ റെഡി ആയിട്ട് വേണം നമ്മൾ പ്ലോട്ട് വിൽക്കാൻ. NBN എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ടെലിഫോണിന്റെ ഇന്റർനെറ്റിന്റെ കണക്ഷൻ, ഹൈ സ്പീഡ് കണക്ഷൻ. അതിനകത്ത് സീവേജും ഡ്രെയിനേജും ചുമ്മാ കണക്ട് ചെയ്താൽ പോരാ. അത് എവിടെയാണോ ഇവിടുന്ന് സ്ലോപ്പ് നോക്കിയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഏറ്റവും അതായത് ഞങ്ങൾ പണി തുടങ്ങിയ സമയം, ഞങ്ങൾ ലാൻഡ് മേടിച്ച സ്ഥലത്ത് ഇന്ന സമയത്ത് ഇവിടുന്ന് ഏതാണ്ട് 200 മീറ്റർ അപ്പുറയായിരുന്നു സീവേജും ഡ്രെയിനേജും ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ ലക്കിന് ഈ ബിൽഡിംഗ് ഇവരും ഇങ്ങനെ സബ് ഡിവിഷൻ നടത്തി ഈ പ്രോപ്പർട്ടി. അപ്പൊ അവര് സീവേജും ഡ്രെയിനേജ് അവിടം വരെ എത്തിച്ചു. അതുകൊണ്ട് ഞങ്ങൾ അവരുമായിട്ട് കണക്ട് ചെയ്താൽ മതി. അത് തന്നെയല്ല, ഇവിടെ പൊങ്ങിയ സ്ഥലം ആയതുകൊണ്ട് ഇവരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. പൊങ്ങിയ സ്ഥലം അല്ലായിരുന്നെങ്കിൽ നമ്മള് വേറെ സ്ഥലത്ത് കൊണ്ട് കണക്ട് ചെയ്യണം. അങ്ങനെയുള്ള എക്സ്പെൻസുകൾ മേജർ എക്സ്പെൻസ് ആണ്. അതായത് ഈ ഒരു കാര്യങ്ങൾ മാത്രം, റോഡും സീവേജും ഡ്രെയിനേജും കണക്ട് ചെയ്യാൻ മാത്രം അറൌണ്ട് $700,000 ആണ് നമുക്ക് എക്സ്പെൻസ് വരുന്നത്. ഇത് കൂടാതെ 1.3 എന്ന് പറയുന്നത് കൗൺസിൽ ലെവി. അതെ, ഇപ്പൊ അതിനകത്ത് പ്രധാനമായിട്ട് പറയുവാണെങ്കിൽ നമ്മളിപ്പോ ഒരു പ്രോപ്പർട്ടി കാണുമ്പോൾ ഓർക്കും ഇതെല്ലാം ഈ ഡെവലപ്പറുടെ കിട്ടുന്ന പൈസയാണ്. ആക്ച്വലി അങ്ങനെയല്ല. നമ്മൾ ഇപ്പം ഇതുമായിട്ട് അടുത്ത് കഴിയുമ്പോഴാണ് ഇപ്പൊ വാട്ടർ അതോറിറ്റിക്ക് മാത്രം നമ്മൾ പേ ചെയ്തത് $3 ലക്ഷം ആണ് വാട്ടർ അതോറിറ്റിക്ക് മാത്രം കൊടുത്തേക്കുന്നത്. പിന്നെ കൂടാതെ ഇലക്ട്രിസിറ്റി, ബാക്കിയുള്ള ഗ്യാസിന്റെ കമ്പനി, ഇവർക്ക് എല്ലാവർക്കും ഇതുപോലെ ഓരോ ലെവിയുണ്ട്. നമ്മൾ അതെല്ലാം ഈ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഓരോ സ്റ്റേജിൽ കൊടുക്കേണ്ടതാണ്. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാലേ ഉള്ളൂ നമുക്ക് അപ്രൂവൽ സ്റ്റേജിൽ കിട്ടുള്ളൂ. പിന്നെ ഇപ്പൊ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ അവിടുന്ന് ഈ ലാൻഡിന് ഇങ്ങോട്ടൊരു സ്ലോപ്പ് ഉണ്ട്. ആ നടുക്ക് വരുമ്പോൾ ഒരു സ്ലോപ്പ്, പിന്നെ അങ്ങോട്ടൊരു സ്ലോപ്പ് ഉണ്ട്. അപ്പൊ ഈ ഇവിടുത്തെ മഴ പെയ്യുന്ന വെള്ളം അല്ലെങ്കിൽ സ്റ്റോം വാട്ടറിന് ഒരു നാച്ചുറൽ പാത്ത് ഓൾറെഡി ഇവർ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് കൗൺസിലിൽ. അപ്പൊ ആ പാത്തിനനുസരിച്ചാണ് ഈ സ്റ്റോം വാട്ടർ ലൈന് നമ്മളിപ്പോ ചെയ്തേക്കുന്നത്, അല്ലെ ഇവിടെ പണിതേക്കുന്നത്. അപ്പൊ ഇനി എക്സസ് വരുന്ന വെള്ളം പോകാനായിട്ടും ആ സൈഡിൽ കൂടെ ഇതുപോലെ തന്നെ ഒരു പാത്ത് ഇട്ടിട്ടുണ്ട്. അത് ഓട്ടോമാറ്റിക്കലി കണക്ട് ചെയ്ത് ഇവിടെ അടുത്തുള്ള ക്രീക്കിലേക്കാണ് അത് കണക്ട് ചെയ്യുന്നത്. പിന്നെ അവിടെ നിന്നാണ് ആ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അപ്പൊ എല്ലാ സ്ഥലത്തിനും അതിൻ്റെതായ ഒരു നാച്ചുറൽ വാട്ടർ പാത്ത് ഉണ്ട്. അതനുസരിച്ചേ ഉള്ളൂ ഇവർ കൺസ്ട്രക്ഷൻ നമ്മളെ സമ്മതിക്കുള്ളൂ. അങ്ങനെ ഇതിന്റെ ഈ പ്രോസസ്സിലൂടെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഒത്തിരി റിക്വയർമെന്റ്സ് ഉണ്ട്. ഇതൊരു ഈസി പ്രോസസ് അല്ല. ഇപ്പൊ നമ്മളോടാണെങ്കിലും ഇത് കേട്ട് കഴിഞ്ഞ് ഒത്തിരി പേര് ചോദിക്കാറുണ്ട്. ഇതിനകത്ത് ഒത്തിരി റിസ്ക് ഇൻവോൾവ് ആണ്. നമ്മളിപ്പോ ഒരു ലാൻഡ് മേടിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോ കാണുന്ന പോലെ കണ്ടു കഴിഞ്ഞ് അത് 10 ഡിവൈഡ് ചെയ്യാല്ലേ, ആ ഒരു കൺസെപ്റ്റ് നടക്കുകയല്ല. അതിന്റെ സോണിംഗ് ഉണ്ട്. ഈ ഏരിയയിൽ എന്ത് ചെയ്യാൻ പറ്റും, കൗൺസിൽ ഓൾറെഡി പ്ലാൻ ചെയ്തേക്കുന്ന ഒരു ഇത് കാണും ഈ ഏരിയക്ക്. അങ്ങനെയുള്ള ഒത്തിരി റിസ്ക് ഇൻവോൾവ് ആണ്. ഇപ്പൊ നമ്മൾ ആ റിസ്കിൽ കൂടെ എല്ലാം നാവിഗേറ്റ് ചെയ്ത്, പിന്നെ നമ്മുടെ മാർക്കറ്റിന്റെ ഫ്ലക്ച്വേഷൻസ് അപ്പ് ആൻഡ് ഡൗൺസ് വരും. ഇപ്പം ലക്ലി ഞങ്ങളിപ്പോ ചെയ്തു വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ 2015 മേടിച്ചു, 16-17 ഒരു മാർക്കറ്റ് അപ്പായി.
പിന്നെ ഒന്ന് സ്റ്റേബിൾ ആയി കഴിഞ്ഞിട്ട് വീണ്ടും ഈ പറഞ്ഞ പോലെ 21 ആയപ്പോഴത്തേക്ക് വീണ്ടും ഒരു അപ്പായി. അപ്പൊ ഇതെല്ലാം കൂടെ വന്നത് കൊണ്ട് നമുക്ക് ഈ പ്രൊജക്ട് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അല്ലെങ്കിൽ ഇതുപോലെ ഒരു പ്രൊജക്ട് മതി ഞങ്ങൾക്ക് എല്ലാം പോകാനും ഞങ്ങളുടെ ഉള്ള വീടൂടെ അതെ എന്നാന്ന് പറഞ്ഞാൽ ഏത് ബിസിനസ്സിലും റിസ്ക് ഉണ്ട്. റിസ്ക് എടുക്കാത്തവരാരും തന്നെ ജീവിതത്തിൽ വിജയിച്ചിട്ടുമില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംഭവം കൂടിയുണ്ട്. തീർച്ചയായിട്ടും അപ്പം എന്ത് ചെയ്താൽ അതിപ്പോ നമ്മളൊരു കട ഇട്ടാൽ പോലും അതിന് അതിൻ്റെതായ റിസ്ക് ഉണ്ട്. തീർച്ചയായിട്ടും ആ റിസ്ക് എടുക്കാൻ തയ്യാറാകുവാണെങ്കിലേ ഉള്ളൂ നമ്മൾക്ക് സക്സസ് ആകാൻ പറ്റത്തുള്ളൂ ലൈഫിൽ. അപ്പം നിങ്ങൾ ചെയ്ത വലിയൊരു കാര്യം തന്നെയാണ്. ഏതൊക്കെയാലും ഞങ്ങൾ കോട്ടയംകാർക്ക് അഭിമാനിക്കാനായിട്ട് ഒരു വക നിങ്ങൾ ഉണ്ടാക്കി തന്നു. അപ്പോൾ അത് നമുക്ക് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. മെൽബണിലെ അല്ല, ഓസ്ട്രേലിയയിലെ തന്നെ അല്ലെങ്കിൽ ലോകത്തിൽ എവിടെ നിന്ന് ഉള്ള നമ്മുടെ കോട്ടയംകാർക്ക് പ്രത്യേകിച്ച് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങനെ താഴേക്ക് പോവുകയാണ്. ഇത് കണ്ടോ, ഇവിടുത്തെ ഒരു ടാറിങ് ഉണ്ടോ? ഇപ്പോൾ നിങ്ങൾ ഓർക്കും ഇത് ടാറിങ് ഒക്കെ കഴിഞ്ഞ് എല്ലാം ഫൈനൽ സ്റ്റേജ് ആയിരുന്നു അല്ലേ? നമ്മുടെ നാട്ടിലെ ഒരു നല്ലൊരു വഴി പോലെ. പക്ഷേ ഇതിൻ്റെ ടാറിങ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അല്ലേ? ഫസ്റ്റ് ഇതെല്ലാം കഴിഞ്ഞു. 3 മാസം കഴിയുമ്പം കൗൺസിൽ വീണ്ടും വന്ന് ഇത് അസസ് ചെയ്യും, മേക്ക് ഷുവർ ചെയ്യും ഇത് ഫോൾട്ട് ഒന്നും ഇല്ല, ഡാമേജ് ഒന്നും ഇല്ലെന്ന്. അതിനുശേഷം മാത്രമേ ഉള്ളൂ ഇതിന്റെ ഫൈനൽ ലെയർ ഓഫ് ടാറിങ് ചെയ്യുള്ളൂ. എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വക്കിന്റെ ഈ പറഞ്ഞ ലെയറിന്റെ ഈ കനവും കൂടി കൂടുതൽ. ഓക്കെ, അപ്പൊ അന്നേരം വെള്ളം കറക്റ്റ് ആ പാത്തിനകത്തേക്ക് പോകും. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഫൈനൽ ഇതുവരെ ആയിട്ടില്ല, 3 മന്ത്സ് കഴിഞ്ഞാവുള്ളൂ. ഞാനോർത്ത് ഇതെല്ലാം ഫൈനലായി കഴിഞ്ഞ് ഉള്ള സംഭവമായിരിക്കുന്നു. അപ്പൊ ഇതാണ് ഇതിന്റെ ഡ്രെയിനേജിനുള്ള സംഗതി എല്ലാം റെഡിയാക്കി ഇട്ടിരിക്കുക അല്ലേ? സ്റ്റോം വാട്ടർ. വെള്ളം അവിടുന്ന് ഇങ്ങനെ അവിടുന്ന് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ചാടി. അപ്പൊ ഈ ലൈനെല്ലാം നമ്മൾ മെയിൻ ലൈനുമായിട്ട് കണക്ട് ചെയ്തിരിക്കുക. ഓക്കെ, അതാ അവിടെ ഉണ്ട്. ഓക്കെ 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 ഓക്കെ. ഇവിടെ ആ ഒരു സ്ലാബ് കാണുന്നത് അത് നോക്കുവാണെങ്കിൽ അത് NBN ആണ്. ഇവിടുത്തെ ഫോണിന്റെയും ഇന്റർനെറ്റിന്റെയും കണക്ഷൻ ആണ് അവിടെ വരുന്നത്. ഇനി ഒരു സ്ലാബ് ഉള്ളത് ഇവിടുത്തെ ഗ്യാസ് ലൈൻ ഉണ്ട്, അത് ഇടയ്ക്ക് നോക്കുവാണെങ്കിൽ അത് കാണാം. അങ്ങനെ ഓരോ ഈ ഒരു സൈഡില് ഇലക്ട്രിസിറ്റിയും ഗ്യാസും NBN-ഉം ഈ റൈറ്റ് ഹാൻഡ് സൈഡിലും, അപ്പുറത്തെ സൈഡിലാണ് നമ്മുടെ യാരാവാലി വാട്ടറിന്റെ കണക്ഷൻ വരുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇവിടെ വാട്ടർ, പിന്നെ NBN നാഷണൽ ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്ക്. ഓക്കെ, നാഷണൽ ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്ക്. ഓക്കെ, ഇവിടെയാണ് ഇലക്ട്രിസിറ്റിയുടെ. ഇവിടെയാണ് ഇലക്ട്രിസിറ്റിയുടെ അത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇതെല്ലാം റെഡി ആയി കഴിഞ്ഞിട്ടാണ് ഇനിയിപ്പം ബാക്കി കാര്യങ്ങളെല്ലാം. നമ്മൾ ആ ഒരു മരം നോക്കുവാണെങ്കിൽ ആ ഒരു മരം ആണ് ഇവിടുത്തെ ഏറ്റവും ഈ ഒരു ലോട്ടിനകത്ത് ഏറ്റവും വലിയൊരു മരം. അപ്പൊ അവരെങ്ങനെയാണ് അതിനെ സംരക്ഷിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ അതിന്റെ ചോട്ടിൽ നിന്നും 1.5 മീറ്റർ ഹൈറ്റിൽ അളന്നിട്ട് അതിന്റെ റേഡിയസ് എടുക്കും, സർക്കംഫറൻസ് എടുത്തിട്ട് അത് വെച്ചാണ് അത് എന്തുവരമാണ് ഇതിന്റെ റൂട്ട് പോകുന്നത്. അതിനൊരു കാൽക്കുലേഷൻ ഉണ്ട്. അപ്പൊ ആ മരത്തിന്റെ നോക്കുമ്പോഴത്തെ ഏകദേശം 14 മീറ്ററോളം മാറി അതിന്റെ വേര് ഉണ്ടാകുമെന്നാണ് ഇവരുടെ കണക്ക്. അപ്പൊ അത്രയും ഏരിയയിൽ അതിന്റെ ചുറ്റളവില് നമുക്ക് ഒരു കൺസ്ട്രക്ഷൻ പറ്റിയില്ല, അവിടെ കുഴിക്കാനും പറ്റിയില്ല. ആ വേര് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്. അതായത് ആ ഒരു മരത്തിന്റെ മാത്രം നമ്മളൊരു 650 സ്ക്വയർ മീറ്ററോളം ലാൻഡ് ചുമ്മാ ഇടണം അതിന്റെ ചുറ്റുമായിട്ട്. അപ്പൊ ഈ ഒരു ഒറ്റ മരം ഉള്ളത് കൊണ്ട് ഈ ലാൻഡിനകത്തുനിന്ന്, ഈ ലോട്ടിനകത്തുനിന്ന് 650 മീറ്റർ ലാൻഡ് നമുക്കൊന്നും ചെയ്യാൻ പറ്റും. ആ മരത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമായിട്ട് അത്രയും ഇതാണ് അവര് കെയർഫുൾ ആണ് ഇവര് കൗൺസിലുകാര്. ആണല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ ഇതുവല്ല ഒരു വിഷയമാണ് അല്ലേ? നമ്മളങ്ങോട്ട് ചെല്ലുന്നു, മരമെല്ലാം വെട്ടുന്നു, അന്നേരം വീട് പണിയുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയെ ഇവര് ഏതൊക്കെ രീതിയിലാണ് സംരക്ഷിക്കുക എന്നുള്ളതാണ് ഭയങ്കര, ഇതൊക്കെ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കോട്ടയം കോർട്ടിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരൊക്കെയാണെന്നുള്ളതും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു തന്നാൽ ഇവരെയും കൂടി ഒന്ന് പരിചയപ്പെടുത്തി തന്നെ. ഇവരെ നമ്മൾ നിങ്ങളെ 4 പേരെ ഇത് ചെയ്തു. ഒരാളുടെ കുറവുണ്ട്, ഒരാൾ സൈച്ചേട്ടൻ്റെ ചേച്ചി നാട്ടിൽ പോയിരിക്കുകയാണ്. ഇത് എൻ്റെ വൈഫ് മരിയ, നാട്ടില് കടുത്തുരുത്തി.
ഓക്കെ. ചേച്ചി? എൻ്റെ പേര് ഓമന. ഞാൻ മറ്റക്കര. നമ്മുടെ സജീവയേട്ടൻ്റെ വൈഫാണ് ഓമന ചേച്ചി. അതുപോലെ തന്നെ എൻ്റെ പേര് ജോജി. ജോബിൻ്റെ വൈഫ്. ഏറ്റുമാനൂരാണ് വീട്. അപ്പം നിങ്ങൾക്ക് ഒരു ബിഗ് താങ്ക്സ് ഇതുപോലെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് എന്നെ അനുവദിച്ചതിനും. ഇതൊരു വലിയൊരു ഇൻഫർമേഷനാണ് നമുക്ക് ഇങ്ങനെ മലയാളികൾക്ക് തന്നെ അഭിമാനിക്കാൻ പറ്റുന്ന ഇതുപോലെ ഒരു സംഭവം നിങ്ങൾ ചെയ്തതിന് ഒരു ബിഗ് താങ്ക്സ്. അപ്പം താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഗൈസ്. നോക്കൂ, നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ അങ്ങനെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പം ഇതൊരു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റായിരുന്നു കേട്ടോ. നമ്മൾ ഇതുവരെ വ്ളോഗും കാര്യങ്ങളും എല്ലാം ചെയ്തിരുന്നെങ്കിലും ഇതുപോലെയൊരു വീഡിയോ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഐഡിയ വന്ന് ഇവർക്കിങ്ങനെ പേര് കിട്ടിയെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഓടി വന്ന് ഇവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തു. ഇവരൊക്കെ എൻ്റെ പരിചയക്കാരാണ്. നിങ്ങൾ ജോബിനെയൊക്കെ ഇതിനു മുമ്പും എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുള്ളതാണല്ലോ. കഴിഞ്ഞ നമ്മുടെ കൂപ്പർ ക്രീക്കിൽ പോയപ്പോഴത്തേക്കും ജോബിനെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇത് നിങ്ങൾക്കൊക്കെ ഒരു പ്രചോദനമാണ്. ഇതുപോലെയുള്ള പ്രൊജക്റ്റുകൾ ചെയ്യുന്നവർക്ക് നമ്മുടെ നാടിൻ്റെ മുക്കും മൂലയും ആ പേരുകളൊക്കെ ഇടുവാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് പണ്ട് ഇവിടെ ബെൽഫാസ്റ്റിൽ നോർത്തേൺ അയർലൻഡിലായിരുന്നു ഞാൻ. അവിടെ ഞങ്ങൾക്കൊരു കടയുണ്ടായിരുന്നു. അപ്പോൾ ആ കടയുണ്ടായിരുന്നപ്പോൾ ആ കടയുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കമ്പനി നെയിം കൈരളി ഫുഡ്സ് എന്നായിരുന്നു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ലോകത്ത് എവിടെ പോയെന്നാലും എന്ത് തുടങ്ങിയാലും അല്ലെന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ ഒരു ഇത് ഇടുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്, പേരിടുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. ഇപ്പോൾ ഇവിടെ വന്ന ഒരു ബൈക്ക് ഗ്രൂപ്പിനെ പറ്റി ഞാനിപ്പോൾ പല പ്രാവശ്യം പറഞ്ഞു, അതും കേരള ബൈക്കേഴ്സ് വിക്ടോറിയ എന്നാണ്. അപ്പോൾ കേരളം വിട്ടിട്ട് ഒരു കളി എനിക്കില്ല, അല്ലെങ്കിൽ കോട്ടയം വിട്ടിട്ടും എനിക്കൊരു കളിയില്ല. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചങ്കുകളാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നാട്, അതിപ്പോൾ ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയെന്നാലും ആ ഓർമ്മകൾ അല്ലെങ്കിൽ കേരളവുമായിട്ടുള്ള ആ ബന്ധം എന്നും നമ്മൾ നിലനിർത്തും. അപ്പോൾ ഇവരും അതിനൊരു ഉദാഹരണമാണ്. അപ്പം ഇതുപോലെയുള്ള വീഡിയോകളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണം. അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റുകൾ ചെയ്യണം. നിങ്ങളുടെ കമൻറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ കമൻറ്റുകളിലൂടെയുള്ളൂ എനിക്ക് നല്ലൊരു ഒരു യൂട്യൂബർ ആകാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു വെരി മച്ച്.